ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് പ്രകാരം ഇങ്ങനെ കൂടി വരുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരു അവസരം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാല ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് കർത്താസൻ ഷിജി എസ് അവർകളാണ്. പ്രിയ കർത്താസിനെയും ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇന്ന് ഒരുമിച്ച് ആയിരിക്കുന്ന ഈ സമയത്ത് ഒരു ഗാനം കൂടെ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഇപ്പോൾ പ്രിയ മകൾ അക്ഷ മുമ്പോട്ട് കടന്നു വന്ന് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻഗിരിമേൽ. നമ്മുടെ കണ്ണുകൾ നാം ഗിരിമുകളിലേക്ക് ഉയർത്തി ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ആ പരിപാലകനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു വരികളാണ് നാം ഈ ഗാനത്തിലൂടെ കേൾക്കുവാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഗാനം ആലപിക്കാനായിട്ട് പ്രിയമകൾ അക്ഷയെ ഞാൻ ഇപ്പോൾ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. തുണയാരുളും
അനുഗ്രഹീതമായ ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതാണ് ഈ ഗാനത്തിലൂടെ നാം മുഴങ്ങിക്കേട്ടത്. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും ഏറ്റവും വലിയ ഭാഗ്യവുമാണ്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഗാനം ആലപിച്ച പ്രിയ അക്സയോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം വരുന്നാളിൽ പ്രിയമകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനിയുള്ള അല്പസമയം നമുക്ക് ദൈവവചന പഠനത്തിനുള്ള സമയമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രിയദാസൻ ഷിജി എസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം സംസാരിക്കുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ തന്നെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനവധി ശുശ്രൂഷകളിൽ താൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കുന്നതിനായിട്ട് റാലി സഭയിലെ അംഗമായിരിക്കുന്ന പ്രിയ സഹോദരൻ പോളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനായ കർത്താവേ, സുഖസ്നായ പിതാവേ, ഈ ഒരു സന്ധ്യാസമയം ഒരിക്കൽ കൂടെ അങ്ങയുടെ മധ്യയെ തലവണപ്പാൻ അങ്ങ് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ ഒരു വലിയ ദേശത്ത് കർത്താവേ, ഈ ഒരു ചെറിയ കൂട്ടത്തിന് ഒരിക്കൽ കൂടെ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ കർത്താവെ കൂടി വരുവാൻ അങ്ങ് നൽകിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. കർത്താവെ, അങ്ങ് വീണ്ടെടുത്തു. ആ സത്യം കർത്താവെ നമ്മൾ അറിഞ്ഞു. അതിനോടൊപ്പം തന്നെ ആത്മീകമായ വളർച്ചയ്ക്ക് കർത്താവെ വീണ്ടും വചന പഠനത്തിന് വളരെയധികം ഊർജ്ജമുള്ളവരായി നമുക്കൊരിക്കൽ കൂടി ഈ പ്രദേശത്ത് കൂടി വന്ന് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയുണ്ട് എന്ന വാഗ്ദത്തം തന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്നും മുറുകെ പിടിച്ച് ജീവിപ്പാനും അങ്ങ് നൽകുന്നു വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഇവിടെ വരുവാൻ ആഗ്രഹിച്ച് കർത്താവെ, സാഹചര്യ തടസ്സങ്ങളാലും കർത്താവെ രോഗപ്രയാസത്താലും കർത്താവ് വരുവാൻ സാധിക്കാതിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. സൗഖ്യം നൽകണം. അടുത്ത ക്ലാസ്സിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട് കർത്താവെ അവർക്ക് കർത്താവെ അവസരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നാലെ ഇവിടേക്ക് വരുവാൻ കർത്താവെ ആഗ്രഹത്തോടെ യാത്രാമധ്യേ ആയിരിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ക്ഷേമം നൽകണം, ഭദ്രത നൽകണം. എത്തുവോളം കർത്താവെ അങ്ങയുടെ കരുതലും കാവലും ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നാലെ കർത്താവെ ദൈവിക കർത്താവെ നല്ലൊരു ഗാനം നമുക്ക് കേൾക്കുവാനും നമുക്ക് അങ്ങയെ പാടി സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അങ്ങ് നൽകിയ അവസരത്തിനായി സ്തോത്രം കർത്താവെ. പിന്നാലെ നമ്മളിതാ ദൈവിക വചനം ശ്രവിക്കുവാനായിട്ട് പോകുന്നു. അതിനും കർത്താവെ ദൈവികദാസനെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനങ്ങളെയും കർത്താവ് മുൻനിർത്തി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമാകും വണ്ണം കർത്താവെ ഉപയോഗിക്കുവാനായിട്ടുള്ള കൃപയും നമുക്ക് നല്ല സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവ പൂഴ്ചയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ ധാരാളം പ്രഗത്ഭരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച ഈ സ്ഥാനത്ത് അടിയനും വചനം ശുശ്രൂഷിക്കുവാൻ ലഭ്യമായ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അതിൻ്റെ പിന്നിൽ മുഖാന്തരമായി തീർന്ന സംഘാടകരായ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. മാത്രമല്ല, ഇന്ന് വചനം ശുശ്രൂഷിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ സമ്മതിക്കാനുള്ള ഒരു കാരണം എനിക്കറിയാം. ഇന്ന് ഓണത്തിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് നല്ലതുപോലെ ആൾ കുറവായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങ് സമ്മതിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അങ്ങനെ ഒരു കുറവില്ല. മാത്രവുമല്ല, വളരെ പ്രഗത്ഭരായ, വിശേഷിച്ച് എൻ്റെ വേദാധ്യാപകരായ വർഗീസ് ജോൺ സാർ ഉൾപ്പെടെയുള്ള ഒരു സദസ്സിൽ വചനം സംസാരിക്കുവാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നതോടൊപ്പം അല്പം ഭയവും എനിക്കുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വേദാധ്യാപകൻ്റെ ഒരു സാന്നിധ്യത്തിൽ വചനം ശുശ്രൂഷിക്കുന്നത്. എങ്കിലും ദൈവത്തിന് എങ്ങനെയാണ് പ്രസാദമായതെന്ന് കരുതി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വചന പഠനം വേർപെട്ട ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ജീവൻ ഘടകമായിട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ചെറുതും വലുതുമായ എല്ലാ കൂട്ടായ്മകളിലും ധാരാളം വചനം കേൾക്കുവാൻ ഭാഗ്യവും അവസരവും ലഭിച്ചിട്ടുള്ളവരാണ് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കേണ്ട, കണക്ക് പറയേണ്ട ഒരു വസ്തുതയാണ്. ഇന്നും നാം വചനം കേൾക്കുമ്പോൾ ഇതോടുകൂടി നാം എല്ലാവരും ഏറ്റവും മികച്ചവരായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും നാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും എന്ന
ഒരു പ്രതിജ്ഞയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷ കൊണ്ട്, ഇതുപോലെയുള്ള എല്ലാ ശുശ്രൂഷകൾ കൊണ്ട് ഫലമുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മുഖവരകൾ കൂട്ടാതെ ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിക്കുകയാണ്. അതിനാധാരമായിട്ട് ആദ്യം വേദപുസ്തകത്തിലെ 3 വാക്യങ്ങൾ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് എടുക്കുന്നവർ വായിച്ച് സഹായിച്ചാലും. പുതിയ നിയമത്തിലെ 3 വാക്യങ്ങളാണ്. നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. ആദ്യമായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ പരിചയം 28-ാമത്തെ വാക്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശോധനയും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ നാം സ്വയം വായിച്ച് ആശ്വാസം കൈക്കൊള്ളാറുള്ളതും മറ്റുള്ളവരോട് ഉദ്ധരിച്ച് അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാം കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 8:28. എന്നാൽ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ 28-ാം വാക്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ നന്മ എന്ന ഒരു വിശദീകരണമാണ് 29-ാമത്തെ വാക്യത്തിൽ. നന്മ എന്ന വാക്കിന് മാനുഷികമായ നിലയിൽ പല നിർവചനങ്ങൾ നമ്മൾ നൽകാറുണ്ട്, പല നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാതെ ദൈവാത്മാവ് തന്നെ വളരെ വ്യക്തമായിട്ട് താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ ദൈവം ഉദ്ദേശിക്കുന്ന നന്മ മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ട വേർപെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നുള്ളത് 23-ാമത്തെ വാക്യത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ്റെ സ്വരൂപത്തോട് നമ്മെ ഓരോരുത്തരെയും അനുരൂപരാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തമായ പദപ്രയോഗമുണ്ട്, മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ, നമുക്കറിയാം മുൻനിയമനം, മുന്നറിഞ്ഞവർ എന്നൊക്കെയുള്ള പദം വളരെ ആഴമായിട്ട് പഠിക്കുകയും വിശദീകരിക്കുകയും പല തർക്കങ്ങൾക്ക് വിധേയമായിട്ടുള്ള പദപ്രയോഗങ്ങളാണെങ്കിലും അതിലോട്ട് നമ്മൾ പോകുന്നില്ല. പ്രായോഗികമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള പണ്ടേ ഉള്ള, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ, ഉലകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ യേശുക്രിസ്തുവിലൂടെ കണ്ടിരുന്ന ദൈവമക്കളായ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പണ്ടേ ഉള്ള അഭിലാഷം, പണ്ടേ ഉള്ള ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ്? എന്നെയും നിങ്ങളെയും മുന്നമേ കണ്ടിരുന്നത്, മുന്നമേ നിയമിച്ചിരുന്നത്, മുന്നമേ വിളിച്ചു വേർതിരിച്ചത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു, ഒരു പ്രത്യേകമായ ദൗത്യ നിർവഹത്തിന് വേണ്ടിയായിരുന്നു. എന്താണത്? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടൊപ്പം നമ്മെ അനുരൂപരാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഭൂതകാല പദ്ധതി, എന്നെക്കുറിച്ചും ദൈവമക്കളായ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഷിജിയെ, നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്യുക? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക, അവരോട് സദൃശരാക്കി തീർക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:18 വാക്യം. വർത്തമാനകാലത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. പുതിയ നിയമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഭൂതകാല പദ്ധതി എന്തായിരുന്നു? നമ്മെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക. എന്നാൽ ഈ ഭൂമിയിൽ പിറന്നു വീണ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്നെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെ കുറിച്ചും ഈ വർത്തമാന കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു ലക്ഷ്യം എന്താണ്? നമ്മെ ഈ ഭൂമിയിൽ വച്ച് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മെ രൂപാന്തരപ്പെടുത്തുക. ഓരോ നാൾ കഴിയുന്തോറും
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ എന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മിഷൻ, ഏറ്റവും വലിയ ദൗത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർന്നില്ല, ഒരു വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഭാവിയിൽ നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഭാവിയിൽ ദൈവം നമ്മെ ആരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അവനെ പോലെ നമ്മെ ആക്കി തീർക്കുക. ഭാവിയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ഇരിക്കുന്നത് പോലെ അവനോട് സദൃശന്മാരാക്കും. ദൈവം പറയുകയാണ്, ഞാൻ ആക്കും. അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ സ്വപ്നം, അതാണ് എൻ്റെ മിഷൻ. ഓരോ വിശ്വാസിയെയും ഭാവിയിൽ യേശു ക്രിസ്തുവിനെ പോലെ ആക്കുക എന്നുള്ള വലിയ ദൗത്യം. നോക്കണേ, ദൈവത്തിൻ്റെ 3 കാലഘട്ടങ്ങളിലുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിലെ ആഗ്രഹം. ഭൂതകാലത്തിൽ ദൈവം എന്നെ കണ്ടിരുന്നത്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നെ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുക. വർത്തമാന കാലഘട്ടത്തിലും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്ലാൻ ബി അല്ല, അതേ പ്ലാൻ തന്നെയാണ്. എന്താണ്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവനോട് സദൃശന്മാരാക്കുക. ഇനി ഭാവിയിലും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതി എന്താണ്? നാം അവനെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാക്കി തീർക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 3 വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് എന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിരകാല സ്വപ്നം എന്താണ്? നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം, ആത്യന്തികമായ ലക്ഷ്യം മറ്റൊന്നുമല്ല, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുക. അപ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളോ നമ്മുടെ മറ്റു ഉത്തരവാദിത്തങ്ങളോ, കുടുംബജീവിതം, സഭാജീവിതം, സാമൂഹിക ജീവിതം തുടങ്ങിയ കാര്യങ്ങളോ, അതെല്ലാം ഈ പാക്കേജിന്റെ അകത്തുള്ളതാണ്. നാം ഇതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ, നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ, ബാക്കി കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെ നടക്കുന്ന വസ്തുതകളാണ്. എന്താണ് യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവമാണ്. ദൈവത്തെ പോലെ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 2 കാറ്റഗറി ആയിട്ട് അതിനെ തിരിക്കാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിന് മനുഷ്യരിൽ പകരാൻ കഴിയുന്ന ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഒരിക്കലും പകരാൻ കഴിയാത്ത സ്വഭാവ സവിശേഷതകളുണ്ട്. ദൈവത്തിൻ്റെ ആ വല്ലഭത്വം, ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ സർവജ്ഞാനം, ദൈവത്തിൻ്റെ സർവാധികാരം തുടങ്ങിയ ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് മറ്റാർക്കും പങ്കുവയ്ക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ മറ്റു പല സ്വഭാവ സവിശേഷതകൾ, അവൻ്റെ സ്നേഹം, അവൻ്റെ താഴ്മ, അവൻ്റെ അനുസരണം, അവൻ്റെ വിശുദ്ധ ജീവിതം, ഇതൊക്കെ പകർന്നു നൽകുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെയാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്, നമ്മെ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളത്. ഇന്ന് രാത്രി സമയം നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയത്ത് ഞാൻ കേട്ടതുപോലെ യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരേണ്ടതായിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠനത്തിന് വിധേയമാക്കാൻ സാധിക്കുമെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രം ഞാനിന്ന് അല്പമായിട്ട് വിശദീകരിച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്നും ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ കാലത്തും എല്ലാവർക്കും അനുകരിക്കുവാൻ മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അവനെ പോലെ ഉത്തമമായ ഉദാഹരണമായിട്ട് നിലകൊള്ളുന്നത് മറ്റാരുമില്ല, കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം മറ്റുള്ളവരെയൊക്കെ നോക്കി യാത്ര ചെയ്യുന്നുവെങ്കിലും ആത്യന്തികമായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് എന്നെ നോക്കി യാത്ര ചെയ്യാനാണ്. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാണ് ലേഖനകർത്താവ് എക്കാലത്തുമുള്ള വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. കാരണം ദൈവത്തിന്റെ അജണ്ടമായ ആ വലിയ പദ്ധതി കിടക്കുകയാണ്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി എന്താണ്? യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്.
ഒരു കാര്യം മാത്രം നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. കർത്താവിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കുവാനുള്ള, കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള, കർത്താവിനെ മാതൃകയാക്കി പിൻപറ്റുവാനുള്ള ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി ഒരു ഭാഗം വായിക്കാം. ഫിലിപ്പിയ ലേഖനം മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. വളരെ വ്യക്തമായിട്ടും വളരെ ഡയറക്റ്റായിട്ട് ദൈവം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റ് എന്നോടുകൂടെ പഠിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു റോൾ മോഡലുണ്ട്. ഏത് വിഷയത്തില്? താഴ്മ, സൗമ്യത എന്നുള്ള വിഷയത്തിൽ. അത് നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കണം. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, എന്നെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ താഴ്മ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് നിങ്ങൾ പകർത്തിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ആ വലിയ യാഥാർത്ഥ്യം, ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഇടയായി തീരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ താഴ്മ, യേശുക്രിസ്തുവിൻ്റെ സൗമ്യത തൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. താഴ്മയോടുകൂടെ ജീവിക്കുവാൻ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. കാരണം അവൻ സകലത്തിൻ്റെയും മീതെയുള്ളവനാണ്. സകലം അവൻ്റെ കീഴേ വസിക്കുകയാണ്. ഒന്നും അവന് മീതെയല്ല, സകലം അവന് അധീനമായിട്ടിരിക്കുകയാണ്. അവൻ ആർക്കും കീഴ്പ്പെടേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. ദൈവമെന്നുള്ള നിലയിൽ അവനെ സംബന്ധിച്ചിടത്തോളം താഴ്മയുടെ ഒരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല. ആർക്കും കീഴ്പ്പെടേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും ലോകകാലത്തോളം സകല മനുഷ്യർക്കും താഴ്മയുടെ ഉദാത്തമായ ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവ് ഇന്നും നിലകൊള്ളുകയാണ്. നമ്മുടെ കർത്താവിനെ പോലെ സൗമ്യതയുള്ളവൻ, നമ്മുടെ കർത്താവിനെ പോലെ താഴ്മയുള്ളവൻ ആരുമില്ല എന്ന് തീർത്തും പറയത്തക്കവണ്ണമുള്ള ഒരു മാതൃക കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നമേ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, എപ്പോ ജനിക്കണം തുടങ്ങിയ ചോയ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് മാത്രമായിരുന്നു. മറ്റാർക്കും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. യേശു കർത്താവിനായിരുന്നു ആ സ്വാതന്ത്ര്യം മുഴുവനും ഉണ്ടായിരുന്നത്. എങ്ങനെ ജനിക്കണം, ആരിലൂടെ ജനിക്കണം, എപ്പോ ജനിക്കണം, എവിടെ ജനിക്കണം, ജനനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിശേഷതകളെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാനും അത് തിരഞ്ഞെടുക്കാനും നടപ്പിലാക്കാനുള്ള എല്ലാ അധികാരവുമുള്ളവനായ ഒരുവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തന്നെ തൻ്റെ താഴ്മയുടെ ആ മൂർത്തി ഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മോടാണ് ദൈവം അങ്ങനെ ഒരു ചോയ്സ് തന്നിരുന്നെങ്കിൽ ഷിജിയോട് ദൈവം പറയാണ്, ഷിജി, ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ വിടാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ള ഒരു രാജ്യത്ത്, ഇഷ്ടമുള്ള കുടുംബത്തില്, ഇഷ്ടമുള്ള മാതാപിതാക്കളാൽ നിനക്ക് ജന്മമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ദൈവം എന്നെ ആ കാര്യം ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഈ ലോകത്തിലെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ, പേരുള്ള, പെരുമയുള്ള, പ്രഗത്ഭമായ ഒരു രാജ്യം നമ്മൾ തിരഞ്ഞെടുക്കും. അത് ഏതായിക്കൊള്ളട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും സൗകര്യമുള്ള, സമൃദ്ധമായ, സൗഭാഗ്യങ്ങളുള്ള ഒരു രാജ്യം നമ്മൾ തിരഞ്ഞെടുക്കും. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ ഏറ്റവും പേരുള്ള കുടുംബം, ഏറ്റവും കുലമഹിമയുള്ള കുടുംബം, ഏറ്റവും ശ്രേഷ്ഠമായ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കും. ഏറ്റവും മേച്ചമായ ഒരു സെൻറ്റർ, ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ദൈവം അങ്ങനെ ഒരു ചോയ്സ് തന്നാൽ നാം തിരഞ്ഞെടുക്കുക. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കർത്താവ് തൻ്റെ ഈ ഭൂമിയിലെ പിറവിയിൽ നമുക്ക് താഴ്മ കാണിച്ചു തന്നത്? ഒന്നാമതായിട്ട് താൻ ആരെയാണ് തിരഞ്ഞെടുത്തത്? ഒരു മറിയ എന്ന് പറയുന്ന ഒരു ദാസിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ലൂക്കോസ് 1:48. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയെക്കുറിച്ച് പറയുകയാണ്, ഒരു താഴ്ചയുള്ള കഥാപാത്രം. നമുക്കറിയാം, ചരിത്രം പഠിപ്പിക്കുന്നത്, വേദപണ്ഡിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മശിഹ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ പിറവിയെ
ആ കാലഘട്ടത്തിലുള്ള യഹൂദ സ്ത്രീകൾ മുഴുവനും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അന്നത്തെ സ്ത്രീകൾ മുഴുവനും, പ്രത്യേകിച്ച് കന്യകയായ സ്ത്രീകൾ, എൻ്റെ ഉദരത്തിലായിരിക്കും ആ മശിഹ പിറക്കുന്നു എന്നുള്ള ആഗ്രഹത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ അവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും താഴ്ചയുള്ള ഒരു ദാസിയായ മറിയയെ താൻ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു. ആ സമൂഹത്തിലെ വളരെ താഴ്മയുള്ള, വളരെ ദാസ്യ മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. തൻ്റെ വളർത്തപ്പൻ ആരായിരിക്കണം എന്ന തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ആരെയാണ് തീരുമാനിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, യോസേഫിനെയാണ്. യോസേഫിന്റെ പശ്ചാത്തലം എന്താണ്? അത് മുഴുവനായിട്ട് ബൈബിളിൽ നമുക്ക് കാണുന്നില്ലെങ്കിലും ഒരൊറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ബിലോ പോവർട്ടിയിലുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിലേക്ക് യാഗത്തിന് വേണ്ടി കൊണ്ടുവന്ന യാഗവസ്തു തൻ്റെ കയ്യിൽ എന്തായിരുന്നു? ഒരു കുറുംപ്രാവിനെയാണ് താൻ കൊണ്ടുവന്നിരുന്നത്. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒന്നിനും നിവൃത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യട്ടെ? ഒരു കുറുംപ്രാവിനെങ്കിലും കൊണ്ടുവന്ന് യാഗമർപ്പിക്കട്ടെ. ആ കാറ്റഗറിയിൽപ്പെട്ടവനായിരുന്നു തൻ്റെ വളർത്തപ്പനായ യോസേഫ്. തനിക്ക് ഭൗതികമായ ചുറ്റുപാടുകളോ സൗകര്യങ്ങളോ സമൃദ്ധമായ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ബിലോ പോവർട്ടിയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യനെ തൻ്റെ വളർത്തു പിതാവായിട്ട് തിരഞ്ഞെടുക്കുവാൻ ഉന്നതനായ ദൈവത്തിന് പ്രസാദമായത് തൻ്റെ താഴ്മയുടെ മൂർത്തിഭാവത്തെയാണ് വെളിവാക്കുന്നത്. മാത്രമല്ല, ഇനി എവിടെ കർത്താവ് പിറന്നു വീണു? ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, നസറേത്തിലാണ് കർത്താവ് ജനിച്ചത്. ബൈബിളിൽ നമുക്കൊരു വാക്യമുണ്ട്, ഞാനത് വായിപ്പിക്കുന്നില്ല. ഒരു ഭാഗത്ത് നസറേത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്, ഒരു പഴഞ്ചൊല്ലാണ്. എന്താണ് നസറേത്തിനെ കുറിച്ച് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്? ഒരു നന്മയും വരാത്ത പട്ടണം, ഒരു നന്മയുടെ ഒരു കണി പോലും കാണാൻ കഴിയാത്ത, തിന്മയുടെ കൂമ്പാരമായിട്ട് വിശേഷിപ്പിക്കാവുന്ന, അവഗണിക്കപ്പെട്ട ഹീനമായ ഒരു പട്ടണം. ആ പട്ടണത്തിൽ പിറവിയെടുക്കുവാൻ വലിയവനായ ദൈവത്തിന്റെ പ്രസാദമായി തീർന്നത്, പ്രിയപ്പെട്ടവരെ, അവന്റെ താഴ്മയെ വിളിച്ചറിയിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രഗത്ഭമായ പട്ടണങ്ങൾ കർത്താവിന് വേണമെങ്കിൽ പിറവിയെടുക്കുവാൻ തിരഞ്ഞെടുക്കാമായിരുന്നു. എല്ലാവരും അറിയത്തക്ക നിലയിൽ അത് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ നസറേത്ത് എന്ന പട്ടണം, ഒരു നന്മയും വസിക്കാത്ത ആ പട്ടണം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് പ്രസാദിച്ചു. മാത്രവുമല്ല, കർത്താവിനെ തേടി വന്നപ്പോൾ അന്നത്തെ വിദ്വാൻമാർ, ആ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ കർത്താവിനെ തേടി വരികയാണ്. രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവർ പോകുന്നത് എവിടെയാണ്? കൊട്ടാരത്തിലാണ്. അവരായിരുന്നു അവരുടെ പ്രതീക്ഷ. കൊട്ടാരത്തിലാണ് കർത്താവ് പിറവിയെടുക്കുന്നത്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. ഈ രാജാവ് കൊട്ടാരത്തിൽ പിറവിയെടുക്കേണ്ടവനാണ്. പക്ഷേ താൻ തെരഞ്ഞെടുത്ത പാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. വഴിയമ്പലത്തിൽ അവനെ ജന്മം കൊടുക്കുവാനും പശുത്തൊഴുത്തിൽ അവനെ കിടത്തുവാനാണ് ദൈവം പ്രസാദിച്ചല്ലെങ്കിൽ സ്വയം അങ്ങനെ താൻ ഏറ്റെടുത്തത്. കർത്താവിനെ സന്ദർശിക്കുവാൻ വേണ്ടി വന്ന സന്ദർശകരിൽ ആദ്യമായിട്ട് വന്നത് ആരാണ്? അവഗണിക്കപ്പെട്ട ആട്ടിടയന്മാരാണ്. അല്ലേ? ആട്ടിടയന്മാരെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആടുള്ളവരല്ല, വലിയ വലിയ യജമാനന്മാരുടെ ദാസന്മാരാണ്. അവരെ രാവിലെ 1000കണക്കിന് 500 കണക്കിന് ആടുകളെ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞയക്കും. ഒരാഴ്ചയും 2 ആഴ്ചയും മാസങ്ങൾ കഴിഞ്ഞാണ് ഈ ആട്ടിടയന്മാർ മടങ്ങി വന്നത്. വന്യമൃഗത്തിന് ഇരയായില്ലെങ്കിൽ ഒരു പക്ഷേ അവർ ജീവനോടുകൂടി വരും. അത്രമാത്രം റിസ്ക് ഉള്ള ജോലി ഏറ്റെടുക്കുന്നവരാണ് ഇടയന്മാർ. അത്രമാത്രം സമൂഹത്തിൽ വിലയില്ലാത്തവരാണ് ഇടയന്മാർ. അവരെയാണ് കർത്താവ് തൻ്റെ പിറവിയിൽ ആദ്യ സന്ദർശകരായിട്ട് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സൗമ്യതയല്ലേ, നമ്മുടെ കർത്താവിൻ്റെ താഴ്മയല്ലേ? എത്രയോ ഉന്നതനായ ദൈവം, രാജാതിരാജാവായ ദൈവം, എല്ലാ അധികാരമുണ്ടായിരുന്നവനായ ദൈവം, നോക്കണേ അവൻ്റെ തിരഞ്ഞെടുപ്പുകൾ എത്ര ലളിതമാണ്, എത്ര സിമ്പിളാണ്, എത്ര സൗമ്യതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ 1000കണക്കിന് തിരഞ്ഞെടുപ്പുകൾ നടത്തിയാണ് ഓരോ ദിവസവും നാം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നാം ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ താഴ്മയുടെ കണിക നമുക്ക് കാണാൻ സാധിക്കുമോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നാം ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോൾ, ഒരു പഠനത്തിന് ഏർപ്പെടുമ്പോൾ, മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് ഏർപ്പെടുമ്പോൾ നമ്മുടെ ചോയ്സുകളെല്ലാം നമ്മുടെ സൗമ്യതയാണോ വെളിപ്പെടുത്തുന്നത്, നമ്മുടെ താഴ്മയാണോ നമ്മൾ വെളിപ്പെടുത്തേണ്ടത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാൻ വേണ്ടി ഞാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് ഓരോരുത്തർക്കും ആ നിലയിൽ പരിശോധിക്കാം. കർത്താവ്, ഞാൻ സൗമ്യതയും
താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത പദ്ധതിയുടെ ഭാഗമായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടത് അവൻ്റെ സൗമ്യതയാണ്, അവൻ്റെ താഴ്മയാണ്. തുടർന്ന് കർത്താവിൻ്റെ ജീവിതത്തെ നാം പഠനവിധേയമാക്കിയാൽ കർത്താവിൻ്റെ അനുസരണം അത് തൻ്റെ താഴ്മയെ കാണിക്കുകയാണ്. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവിടെ കർത്താവിന്റെ അനുസരണത്തെക്കുറിച്ച് ലേഖനകർത്താവ് പറയുകയാണ്. പുത്രനെങ്കിലും താൻ എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. ആരെയും അനുസരിക്കേണ്ട ആവശ്യകത ദൈവമെന്നുള്ള നിലയിൽ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നില്ല. കേവലം ആജ്ഞാപിക്കാനുള്ള അധികാരം മാത്രമായിരുന്നു കർത്താവിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള മഹാദൈവം എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അനുസരണത്തിന് വിധേയമായി. അവൻ അധികാരികളെ അനുസരിച്ചു. അവൻ്റെ വളർത്തപ്പനമ്മയ്ക്കും 12 വർഷക്കാലം കീഴ്പ്പെട്ട് അവരെ അനുസരിച്ച് ജീവിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തമായിട്ട് അത്ഭുത പ്രവർത്തികൾ നടത്തി പല കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അധികാരവും കഴിവും ഉണ്ടായിരുന്നിട്ടും തച്ചൻ്റെ പണിയിൽ ഏർപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒബീഡിയൻസ്, കർത്താവിൻ്റെ അനുസരണം അവൻ്റെ താഴ്മയുടെ ഒരു വലിയ ലക്ഷണമായിട്ട് നമുക്ക് ഇരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അനുസരിക്കുന്നവരാണോ? ആരാണ് വാസ്തവത്തിൽ അനുസരിക്കുന്നത്? നമുക്കറിയാം, ഒരു താഴ്മയുള്ള മനുഷ്യനെ കുറിച്ച് ലോകത്തിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഹംബിൾ പീപ്പിൾ ആർ ബെറ്റർ ലേണേഴ്സ്. നല്ല പഠിതാക്കൾ, പെട്ടെന്ന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ എളുപ്പമുള്ളത് ആരെയാണ്? താഴ്മയുള്ളവരെയാണ്. താഴ്മയുള്ളവരാണ് പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത്. അല്ലാതെ ഗർവമുള്ളവർക്ക്, ഉന്നത ഭാവമുള്ളവർക്ക് മറ്റുള്ളവരെ അനുസരിക്കുവാൻ വിഷമമാണ്. മറ്റുള്ളവരുടെ ആജ്ഞകളെ അംഗീകരിക്കുവാൻ വിഷമമാണ്. ഹംബിൾ പീപ്പിൾ ആർ ബെറ്റർ ലേണേഴ്സ്. അത് മാത്രമല്ല, അങ്ങനെയുള്ളവർ അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല പ്രോബ്ലം സോൾവേഴ്സ്. പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നവരല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരാണ് താഴ്മയുള്ളവർ. നമ്മുടെ കർത്താവിനെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവന് ഏറ്റവും അനുസരണമുള്ളവനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി കർത്താവ് അത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ആ ദൗത്യത്തിൽ നിൽക്കുന്നവരാണ്, പക്ഷേ എങ്കിലും ഞാൻ മാനുഷികമായിട്ട് അല്പകാലത്തേക്ക് നിങ്ങളെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് തൻ്റെ മാതാപിതാക്കളോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നാനം തന്നെ നമുക്കറിയാം, കർത്താവിന് അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമുക്കൊരു മാതൃകയായിട്ട് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യനായ ആ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന രംഗം. യോഹന്നാൻ അതിന് വിസമ്മതിക്കുന്നു. അയ്യോ, ഞാനാണ് നിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നത്, നിന്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പോലും യോഹന്നാനെ കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുവാൻ താൻ വിധേയപ്പെടുന്നത് തൻ്റെ താഴ്മയുടെ മറ്റൊരു ലക്ഷണമാണ്. ഇനി മൂന്നാമതായിട്ടും അവസാനമായിട്ടും കർത്താവിൻ്റെ ശുശ്രൂഷകൾ നാം പഠിക്കുമ്പോൾ പിന്നെയും നമുക്ക് കർത്താവിൻ്റെ വലിയ താഴ്മയുടെ ആ ചിത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് അത്ഭുത പ്രവർത്തികൾ ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് തൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വീര്യപ്രവൃത്തിയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. 30 വർഷക്കാലം നമുക്കറിയാം കർത്താവ് തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നപ്പോൾ ആ കാലങ്ങളിലെല്ലാം താൻ ഒരു ജോലി ചെയ്താണ്, ഒരു ഉപജീവനത്തിൽ ഏർപ്പെട്ടാണ് തൻ്റെ ജീവിതം മുമ്പോട്ട് നയിച്ചിരുന്നത്. കർത്താവിനെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ പോറ്റി പുലർത്തിയതെന്ന് ചോദിച്ചാൽ തൻ്റെ ജോലി തന്നെയാണ്. മാത്രമല്ല, വേദപണ്ഡിതാക്കന്മാരെന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ വീടുകളിലായിരുന്നു കർത്താവ് വിശ്രമിച്ചത്. അവരായിരുന്നു കർത്താവിന് ഭക്ഷണവും പാനീയവും ഒക്കെ ആവശ്യമുള്ള സന്ദർഭങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തിരുന്നത്. മാത്രവുമല്ല, നമ്മുടെ കർത്താവ് ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അല്ലേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ തല ചായ്പാൻ ഒരു ഇടമില്ല. രാജാവായിട്ട് ഈ ഭൂമിയിൽ വന്നവൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഭൂമിയിൽ കർത്താവിന് സ്ഥിരമായിട്ടുള്ളൊരു പാർപ്പിടം, ആ നിലയിലൊരു ഭൗതിക സൗകര്യം ഉണ്ടായിരുന്നില്ല. അർത്ഥാൽ നമുക്കും അത് ഉണ്ടാകാൻ പാടില്ല എന്നല്ല,
ഞാൻ അതിൻ്റെ ആത്മീയ വശം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ താഴ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ താൻ കർത്താവിനെ കുറിച്ച് മുന്നമേ പ്രവചിച്ചിരുന്ന ഒരു കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ 53-ന്റെ 2-ാമത്തെ വാക്യം മതി. നോക്കണേ, ഈ നിലയിലൊന്നും കർത്താവ് ആയിത്തീരേണ്ട ഒരു ആവശ്യകതയും കർത്താവിനുണ്ടായിരുന്നില്ല. എങ്കിലും മനഃപൂർവ്വമായിട്ട് ഈ ഒരു അനുഭവത്തിലൂടെ കർത്താവ് കടന്നുപോയി. എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായി, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, ആരും ആദരിക്കാത്തവനായി, നാം പോലും അവനെ ആദരിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ആ നിലയിലുള്ള താഴ്ചയേറിയ അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോയത് തൻ്റെ സൗമ്യതയെ, തൻ്റെ താഴ്മയെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ മതം പുരോഹിതന്മാർക്ക് കർത്താവിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കർത്താവിൻ്റെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. കർത്താവ് ആരൊക്കെ ആയിട്ടാണ് സഹിത്വം കൂടിയിരുന്നത്? നമുക്കറിയാം, സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലയിൽ അല്പവും സ്ഥാനവും മാനവും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കൂട്ടും കൂട്ടായ്മയൊക്കെയും ആ സ്റ്റാറ്റസിനൊത്തവണ്ണമുള്ള ആൾക്കാരോടൊപ്പം ആയിരിക്കും. അല്ലെങ്കിൽ അതിനെക്കാട്ടി അല്പം കൂടെ മുമ്പോട്ട് സ്റ്റാറ്റസ് ഉള്ളവരോടൊപ്പം ആയിരിക്കും. എന്നാൽ അന്നത്തെ മതപുരോഹിതന്മാർക്ക് കർത്താവിനെ തീരെ അംഗീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ കൂട്ടുകൂടിയിരുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും താണവരായ മനുഷ്യവർഗത്തോടായിരുന്നു. യഹൂദന്റെ കണ്ണിൽ എക്കാലത്തും അറപ്പും വെറുപ്പോട് കണ്ടിരുന്ന സമരിയ പട്ടണത്തിൽ കർത്താവ് പോയി ഒരു സമരിയ സ്ത്രീയുമായിട്ട് സന്ധിക്കുന്നത്, ആ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസവും ആക്ഷേപവും ഉളവാക്കിയ ഒരു വസ്തുതയായിരുന്നു. ദരിദ്രരായവർ, ജാതീയരായവർ, പുറജാതികളെന്ന് യഹൂദന്മാർ വിശേഷിപ്പിച്ചിരുന്ന അവരെ ആയിരുന്നു കർത്താവ് എപ്പോഴും കൂട്ടുപിടിച്ചിരുന്നത്. കർത്താവിൻ്റെ സഹികളായിട്ട്, സഹിത്വങ്ങളായിട്ട് എപ്പോഴും പരിഗണിച്ചിരുന്നത് അവർ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ദൈവത്തിൻ്റെ കാര്യപരിപാടികളിലൊന്നും ഉൾപ്പെടാത്ത ഒരു ജനവിഭാഗമായിരുന്നു. ദൈവമില്ലാത്തവരായിരുന്നു, സ്വന്തം ജനമല്ലാത്തവരായിരുന്നു. അങ്ങനെയുള്ള നമ്മെ ദൈവം കൂട്ടുപിടിച്ചു, നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ പ്രജകളാക്കി, ദൈവത്തിൻ്റെ ചങ്ങാതികളാക്കി ദൈവം തീരുമാനിച്ചത്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് വാസ്തവമായിട്ട് കർത്താവിൻ്റെ വലിയ താഴ്മയാണ് കാണിക്കുന്നത്. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ എന്നാണ് കർത്താവിനെ കുറിച്ച് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പേരിന് തികച്ചും അർഹനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പരാമർശങ്ങൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ പുതിയ നിയമത്തിൽ ഏതാണ്ട് 80 പ്രാവശ്യം സൺ ഓഫ് മാൻ എന്നാണ് താൻ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യപുത്രൻ, അതും തൻ്റെ താഴ്മയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു, തൻ്റെ സൗമ്യതയെ കാണിക്കാനായിരുന്നു. തൻ്റെ അധികാരത്തെയും തൻ്റെ ആ പദവിയൊക്കെ താന് ആ നിലയിൽ പ്രയോഗിക്കാതെ വളരെ താഴ്മയോടുകൂടെ സൺ ഓഫ് മാൻ എന്നുള്ള നിലയിൽ തന്നെ താൻ ചിത്രീകരിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ താഴ്മയുടെ ഏറ്റവും വലിയ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ശുശ്രൂഷയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ആ ഭാഗം വായിക്കണം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. എല്ലാവരുടെയും കണ്ണ് തുറക്കത്തക്ക നിലയിലുള്ള ഒരു വലിയ താഴ്മയുടെ ചിത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈന്ദവ ആചാര്യൻ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കമന്റിൽ അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും യേശുക്രിസ്തു ഒരു വലിയ ഗുരുവാണ്, ഒരു മഹാനാണെന്ന് പറഞ്ഞിട്ട് ഒരു സവിശേഷത പറഞ്ഞത് ലോകത്തിലുള്ള ഗുരുക്കന്മാരിൽ നിന്നും യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരുടെ പാദം കഴുകിയ ആ കാര്യം. ലോകത്തിൽ ഒരു ആചാര്യനും ഒരു ഗുരുവും തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ ആഗ്രഹിക്കില്ലെന്ന് മാത്രമല്ല, ശിഷ്യന്മാർ ഗുരുവിൻ്റെ പാദം കഴുകണം, അവരെ പിന്താങ്ങണമെന്നാണ് എല്ലാ ഗുരുക്കന്മാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട്, അതിന് വ്യത്യസ്തമായിട്ട് ഇതാ ലോകത്തിനൊരു മാതൃകയായിട്ട് യേശു ക്രിസ്തു ആകുന്ന സാക്ഷാൽ ഗുരു, മഹാഗുരു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. തൻ്റെ അരുമ ശിഷ്യന്മാരുടെ, താൻ തെരഞ്ഞെടുത്ത തൻ്റെ അരുമ ശിഷ്യന്മാരുടെ പാദം കഴുകി താഴ്മയുടെ അങ്ങേയറ്റത്തെ പാഠം ആ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്ന ഈ മാതൃക ഇത് പോരായോ? സൗമ്യതയോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കുവാൻ ഇതിനപ്പുറമായ ഒരു പാഠം നമുക്കിനി ആവശ്യമില്ല. എന്നാൽ ദൈവകൃപയാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പലർക്കും ഈ പാഠം ഉൾക്കൊള്ളുവാനും അതവർ പ്രായോഗികമാക്കുവാനും സാധിച്ചു. എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വലിയ സത്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും 3 കാലഘട്ടങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം
നമ്മെ രൂപാന്തരപ്പെടുത്തുക. പൗലോസിനെ പോലെയല്ല, അബ്രഹാമിനെ പോലെയല്ല, അല്ലെങ്കിൽ ലോകത്തിൽ ഏതെങ്കിലും വലിയ ആത്മീയ പുത്രനെ പോലെയല്ല, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ള വലിയ മിഷനിലാണ് ദൈവം ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഇന്ന് എനിക്ക് കുറെ കൂടെ ശുചിയെ മോൾഡ് ചെയ്ത് അവനെ ചെത്തി വെടിപ്പാക്കി അവനെ രൂപാന്തരപ്പെടുത്തി അവനെ എന്താക്കി തീർക്കാം, യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാമെന്നുള്ള വലിയ സ്വപ്നത്തോടു കൂടിയാണ് ഓരോ ദിവസവും എനിക്ക് ദൈവം സമ്മാനിക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിലോ ഇതൊന്നും അല്ല വിഷയം. എനിക്ക് 100 കണക്കിന് പ്ലാൻ വേറെയാണ്. എൻ്റെ പ്ലാന് ദൈവത്തിൻ്റെ പ്ലാനുമായിട്ട് പലപ്പോഴും മാച്ച് ചെയ്യുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും എത്രയോ അകന്ന് സഞ്ചരിക്കുന്നവനായിട്ട് മാറിയതായിട്ട് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല, ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കുവാനും അത് യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് ദൈവത്തോട് സഹകരിക്കാം. കർത്താവ് നമ്മൾ അതിനായിട്ട് സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുക. പണ്ടൊരു ഹൈന്ദവ ആചാര്യൻ തന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു ക്രിസ്തീയ സുഹൃത്തിനോട് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ വായിക്കാനിടയായി തീർന്നു. നിങ്ങളൊക്കെ വാസ്തവമായിട്ട് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നെങ്കിൽ ഇന്ത്യ മുഴുവനും നിങ്ങളുടെ കാൽ കീഴിലിരിക്കുമായിരുന്നു, ഭാരത ജനങ്ങൾ മുഴുവനും നിങ്ങളുടെ കാൽ കീഴിലിരിക്കുമായിരുന്നു എന്നാണ് ആ ഹൈന്ദവ ആചാര്യൻ തന്നോടൊപ്പം യാത്ര ചെയ്ത ഒരു ക്രിസ്തീയ സുഹൃത്തിനോട് പറഞ്ഞത്. ഒരു മുസ്ലിം പണ്ഡിതൻ തൻ്റെ സ്നേഹിതനായ ക്രിസ്ത്യാനോട് പറഞ്ഞത്, നിങ്ങൾ ബൈബിള് പറയുന്നത് പോലെ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക പോലെ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ മണ്ണിൽ ഉണ്ടാകുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. ആ യേശു ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീർന്നാൽ ദൈവത്തിൻ്റെ വലിയ മിഷൻ നമ്മളിലൂടെ നിറവേറുകയാണ്. മഹാത്മാഗാന്ധിജി, നമുക്കറിയാം, ആഫ്രിക്കയിൽ പോയി പഠനത്തിന് വിധേയമായി അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ കൂടെ നടന്ന് പഠിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പല ആദർശങ്ങളും പല പ്രമാണങ്ങളും പല ഉപദേശങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഐ ലവ് ക്രൈസ്റ്റ് ബട്ട് ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്. യേശു ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്ത്യാനിറ്റിയെ ഞാൻ വെറുക്കുന്നു. ആ വെറുക്കാനുള്ള കാരണം ആരാണ്? യേശു ക്രിസ്തു അല്ല. ക്രിസ്ത്യാനി ആഫ്രിക്കയിലുള്ള ധാർമ്മികമായിട്ട് അധപ്പതിച്ച് ദൈവികമായ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി പേരിന് മാത്രം ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ കാണിച്ചു തരുന്ന യേശു ക്രിസ്തു കൊള്ളാം, ബൈബിളും കൊള്ളാം, പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു സമൂഹം എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു സമൂഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഭൂമിയിൽ നേടാൻ സാധിച്ചില്ലെങ്കിലും, ഒരുപാട് ആൾക്കാരെ നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും, മറ്റു പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും, നമ്മെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനൊരു ആക്ഷേപം പറയാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മളെ കാണുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തെ കാണാൻ വേണ്ടി ഇടയായി തീരട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ ഹമ്പിളായ സിമ്പിളായ ജീവിതം നയിക്കുന്നവരായിട്ട് തീരട്ടെ. എനിക്കറിയാം, ഒരുപാട് ധനവാന്മാരായ വിശ്വാസികളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് അവരെ ചെരുപ്പ് കണ്ടാൽ തന്നെ ഞാൻ ചിന്തിക്കും, ദൈവമേ, ഇത്രയും ധന സൗകര്യമുള്ള ഒരു മനുഷ്യൻ 450-500 രൂപയുടെ ചെരുപ്പിട്ടു. ഞാൻ എൻ്റെ കാലം നോക്കുമ്പോൾ 650 രൂപയുടെ ചെരുപ്പ് എനിക്കുണ്ട്. എന്നെക്കാട്ടി 100 ഇരട്ടി ഭൗതിക ആസ്തിയുള്ളവർ വളരെ സിമ്പിളായ ആ ജീവിത ശൈലി പിന്തുടരുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ പിൻപറ്റുന്ന ഈ കർത്താവിനെയാണ്. ഈ കർത്താവിനെ മാതൃകയാക്കി ജീവിക്കുന്നവരെല്ലായ്പ്പോഴും എപ്പോഴും ഈ ലളിതമായ ജീവിതം പിന്തുടരുന്നവരായിരിക്കും. കർത്താവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടി അവൻ്റെ താഴ്മ നമുക്ക് പഠിക്കാം. ആ നുകം ഏറ്റുകൊണ്ട് പഠിച്ചുകൊണ്ട് അവനെ പോലെ ആകാൻ ശ്രമിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും സമയം എന്നെ ശാന്തമായിട്ട് ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വാക്യങ്ങൾ വായിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവർ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകളാണ് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. എല്ലാ കാലത്തും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക. ഭാവി ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവിയിലും അതുതന്നെയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഇന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചു. അതിനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ താഴ്മ,
കർത്താവിൻ്റെ അനുസരണം അത് നാം മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ കർത്താവ് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു, ഫിക്സ് യുവർ തോട്ട്സ് ഓൺ ജീസസ്. നമ്മുടെ ചിന്തകളെല്ലാം കർത്താവിലേക്ക് കേന്ദ്രീകരിക്കുക. കർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് അതിനെക്കുറിച്ച് നാം പഠിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് നാം കൂടുതലായിട്ട് നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ കർത്താവിനോട് അനുരൂപരായിട്ട് നാം രൂപാന്തരം പ്രാപിക്കും. റോമാലേഖനം 12 നാം വായിക്കുന്നു, യു ബി ട്രാൻസ്ഫോംഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത് കീപ്പ് ഓൺ ബീയിങ് ട്രാൻസ്ഫോംഡ് എന്നതാണ്. രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. അതായത് അത് തുടർമാനമായ ഒരു പ്രക്രിയയാണ്. അതെല്ലാ ദിവസവും നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് വരുന്ന ആളുകളിൽ മനസ്സിനെ പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ലോകത്തിനോട് അനുരൂപരായി തീരാതിരിക്കുവാൻ അതിന് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പങ്കുവച്ച പ്രിയ കർത്താസൻ ഷിജിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയ കർത്താസിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ആളുകളിൽ താൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവം ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. തുടർന്നും നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, പുലാനിവിള സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത വർഷം ടീൻസ് ക്യാമ്പ്, യൂത്ത് ക്യാമ്പ് നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ TBBTIയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ, അനേക സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സഹോദരന്മാർ കടന്നു വന്ന് ദൈവവചനം അഭ്യസിക്കുന്നു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അനേക ആവശ്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു സുവിശേഷ മഹായോഗത്തിൻ്റെ ഒരു നോട്ടീസും കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താസൻ എസെക്കേലിൻ്റെ ഭവനാങ്കണത്തിൽ വെച്ചാണ് അത് നടത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒക്ടോബർ 3, 4, 5 വ്യാഴം, വെള്ളി, ശനി വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ നെടിയവള എന്ന സ്ഥലത്ത് സഹോദരൻ എസെക്കേലിൻ്റെ ഭവനാങ്കണത്തിൽ വെച്ചാണ് അത് നടത്തപ്പെടുന്നത്. പ്രസംഗകൻ ഇവാഞ്ചലിസ്റ്റ് സജീവ് വർഗീസ്, കോട്ടയം, അദ്ദേഹമായിരിക്കും വചനം സംസാരിക്കുന്നത്. സുവിശേഷ മഹായോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേകർ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും സുവിശേഷം കേൾക്കുവാൻ രക്ഷിക്കപ്പെടുവാനും അത് കാരണമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ച് ആശീർവാദം പറയേണ്ടതിനായിട്ട് പ്രിയ കർത്താസൻ എസെക്കേൽ അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസവും വൈകുന്നേര സമയത്ത് തിരുവചനം ശ്രവിക്കുവാനും കർത്താവിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയാലോചനകൾ കേൾക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്കൊരവസരം കൂടെ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാവകാശം കർത്താവ് ഞങ്ങൾക്ക് ദാനം ചെയ്തു, അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സമൂഹം വളരെ ആഘോഷത്തിൻ്റെയും ആർഭാടങ്ങളുടെയും പിന്നിലായിരിക്കുമ്പോൾ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് ശ്രേഷ്ഠകരമായത് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കി തീർത്തു. അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് വൈകുന്നേര സമയത്ത് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കും കർത്താവെ കേട്ട വചനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോട് അനുരൂപരായിട്ട് തീരുവാൻ തക്കവണ്ണം പിതാവിൻ്റെ ആ വലിയ ആഗ്രഹം ഞങ്ങളുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ നിലയിൽ കർത്താവിൻ്റെ മുഖം ഏറ്റുകൊണ്ട് കർത്താവെ
താഴ്മയും സൗമ്യതയും ഏറ്റുകൊണ്ട് കർത്താവേ ഞങ്ങൾ പഠിക്കുന്നവരായി അതനുസരിക്കുന്നവരായിട്ട് കർത്താവിനോട് അനുരൂപരായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണം. വചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസന് ധാരാളമായ ദൈവകൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. തന്നെ തൻ്റെ ശുശ്രൂഷകളെയും ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയെയും കുടുംബത്തെയും അവിടുന്ന് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷ തുടർമാനമായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന TBFൻ്റെ പ്രവർത്തകർക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വരവോളം കർത്താവെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അത് അനേക ദൈവമക്കൾക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം മാത്രമല്ല ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ദൈവഹിതമാണെങ്കിൽ ഇവിടെ ഒരു സഭാ കൂടി ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവെ മാധ്യമത്തിലൂടെ ഈ വചനം ശ്രവിക്കുന്നവരുടെ ജീവിതത്തിലും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ അവിടെ നിന്ന് ഇടയാക്കണം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ മടക്കയാത്രയിലും കൂടെ ഇരിക്കുന്ന എല്ലാവരും ക്ഷേമത്തോടെ ഭവനങ്ങളിലും മടങ്ങിയെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. സകല മാനമഹത്വം അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവയോടും കൃപയോടും കൂടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, നിരന്തര സഹവാസം നമ്മെ അവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.